SP ഉള്ളിലാണ് ഒരു ശുദ്ധ കോൺഗ്രസ്സുകാരൻ്റെ പ്രതികരണം കാണുകയായിരുന്നു. കേവലം 2 മാസത്തോടുകൂടി ശുദ്ധ കോൺഗ്രസ്സുകാർക്ക് വരെ തികഞ്ഞു എന്ന് ബോധ്യപ്പെടുകയാണ്. എന്തൊരു വിസ്മയമാണ്. എന്തായാലും ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരും. പോകുന്നുണ്ട്, എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു? 2 പ്രാവശ്യം കട്ട് ചെയ്യുന്നു, 3 പ്രാവശ്യം കട്ട് ചെയ്യുന്നു. പിണറായി ചുമ്മാ അല്ലല്ലോ പറഞ്ഞത് 10 വർഷം ഭരിച്ചിട്ട് പവർ കട്ടില്ലെന്ന് തന്നെ, റൈറ്റ്? അപ്പൊ ഇപ്പൊ പവർ കട്ടോടെ പിന്നെ പവർ വരണില്ലേ? അപ്പൊ പറഞ്ഞ വാക്ക് ആദ്യം പാലിക്കണം. ഫ്രീ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞു, 3000 തരാമെന്ന് പറഞ്ഞു, നടന്നില്ല. 25 ലക്ഷം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കണം അല്ലേ? എന്നാൽ അംഗീകരിക്കാം. ഞാനൊരു ശുദ്ധ കോൺഗ്രസ്സുകാരനാണ്. പിണറായി ഭരിച്ചപ്പോൾ അങ്ങനെ നല്ല വശമുണ്ടെങ്കിൽ നല്ല വശം പറഞ്ഞിട്ടുണ്ട്, ചീത്ത വശം പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുമെന്ന് പിണറായി പറഞ്ഞ് ചുമ്മാ അല്ല, കുടിക്കണം. ഉപ്പ് തിന്നാൽ ഞാനായാലും നിങ്ങൾ ആയാലും കുടിക്കും, കറക്റ്റ്. അപ്പൊ കറണ്ട് കട്ടിൽ ഞങ്ങൾക്ക് രാത്രി ഇന്നലെ എനിക്കൊരു സുഖമില്ലാത്ത മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. 8 മണിക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത്, പിന്നെ ഒരു പ്രാവശ്യം കട്ടിങ്, കാലത്ത് കട്ടിങ്. അപ്പോൾ ചോദിക്കുമ്പോൾ അവിടെ പണി ഇവിടെ പണി. അത് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. ഇപ്പൊ വേറൊരു നിയമം കൊണ്ടുവന്നല്ലോ നിങ്ങൾ. AC ഉള്ളവർക്ക് പെൻഷൻ ഇല്ല, ടൈൽസ് വെച്ചവന് പെൻഷൻ ഇല്ല, കാറുള്ളവന് പെൻഷൻ ഇല്ല. അത് നേരത്തെ ആരും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് പറയാൻ കാണും. ഫ്രീ സർവീസ് നിങ്ങൾ ചെയ്തു, അതും നിങ്ങളിപ്പോ ട്രാൻസ്പോർട്ടിൽ ഡ്രൈവർമാർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവന്മാരെ നെഞ്ചത്തിരിക്കുന്നിരുന്നത്. ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ലേ തരുന്നില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങൾ പറയും. ഞാൻ ഇത്രേ തൽക്കാലം പറയുന്നുള്ളൂ. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും അല്ലേ? നമ്മൾ എന്തും ഒരു വ്യക്തിയെ പെട്ടെന്ന് വിലയിരുത്താൻ കഴിയുന്നത് എന്താണ്? അവരുടെ ആദ്യമായിട്ട് തന്നെ നമ്മളടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രീതി കാണുമ്പോഴാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിങ്ങൾക്ക് തന്ന ഇംപ്രഷൻ എന്താണ്, വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഏത് മേഖലയാണ്? ഒരു സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു, അതിലൂടെ തകർന്നടിഞ്ഞത് എന്താണ്? പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് മേഖല മുഴുവൻ തകർന്നടിഞ്ഞു. പക്ഷേ കുറച്ച് പേർക്ക് സൗജന്യമാക്കി വിസ്മയം. പക്ഷേ KSRTC 200ഓളം പേരെ പിരിച്ചുവിട്ടു. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി. ഇപ്പോൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി പയ്യെ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി ഇങ്ങനെ മരണശയിലേക്ക് വിട്ടിരിക്കുകയാണ്. പിന്നീട് സ്ത്രീകൾക്ക് ആരംഭിച്ച ക്ഷേമ പെൻഷൻ നിർത്തലാക്കി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പവർ കട്ടും. പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഒരു വന്ന സർക്കാരിനെ വിലയിരുത്തേണ്ടത്? ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച എന്ത് അനുഭവം നമ്മൾ കൊണ്ടുവന്ന് നോക്കേണ്ടതാണ്. എന്തനുഭവമുള്ള നിങ്ങൾക്ക് ഇന്നലകളിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നലകളിൽ വളരെ സമാധാനമായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും, പരിപൂർണമായി ശരിയായിരുന്നതല്ല, വളരെ സിസ്റ്റമാറ്റിക്കൊക്കെ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. 1.5 മണിക്കൂർ വരെ പവർ കട്ടാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 10 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ എന്താ പൊടുന്നനെ വരുന്നതെന്ന് ചോദിക്കുന്നില്ലേ? പവർ കട്ട് എന്ന വാക്ക് നിങ്ങൾ ഉള്ളിൽ നിന്ന് മറന്നു പോയില്ലേ? ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴോ? അതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പോൾ അതാണ് പിണറായി സർക്കാരിൻ്റെ കുറ്റം. നിങ്ങൾ എന്തിനിതൊക്കെ കൊടുത്തത് കൊണ്ടാണല്ലോ ഈ പരാതി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ജീവിപ്പിച്ചത് കൊണ്ടാണ് പരാതി വരുന്നത്. അതുകൊണ്ട് പിണറായിയാണ് ഇതിനെല്ലാത്തിനും തെറ്റുകാരനെന്നാണ് പറയുന്നത്. നിങ്ങളിതൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് ഇവന്മാർക്ക് ഇപ്പം ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പ്രശ്നമാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് ഈ ജനങ്ങളെ നശിപ്പിച്ചു നിങ്ങൾ എന്നാണ് അവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. അത് ജനങ്ങളിൽ ശുദ്ധ കോൺഗ്രസ്സുകാർ വരെ തിരിച്ചറിയുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ പിണറായി ശരിയായിരുന്നു എന്ന് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ആ ശരിയാണെന്ന് വെറുതെ പറയുന്നതല്ല, അനുഭവം കൊണ്ട് അയാളെ കൊണ്ട് പറയിക്കുന്നതാണ്. 1.5 മാസം കൊണ്ട് കോൺഗ്രസ്സിൽ വിശ്വസിച്ചിരുന്നവർക്ക് തന്നെ ഈ സർക്കാരിനെ വെറുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സർക്കാരിനോടുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് ഒരു ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ പ്ലീസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമില്ല. കൊച്ചുകുട്ടികൾ, രോഗശയ്യയിലുള്ളവരെല്ലാം വീടുകളിൽ ചികിത്സയിൽ തുടരുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ പവർ കട്ടെന്ന് പറയുന്നത് 10 വർഷം ശീലിച്ചൊരു കാര്യമാണ്. ചിന്തിക്കാൻ പറ്റില്ല. ഈ ജനറേറ്ററും ഇൻവെർട്ടറും ഉള്ള മുതലാളിമാരുടെ വീടുകൾ കാണുന്നവർക്ക് സാധാരണക്കാരൻ്റെ വീട് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റാത്തൊരൊറ്റ കാര്യമുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആ ശുദ്ധ കോൺഗ്രസ്സുകാരൻ പറഞ്ഞ വാചകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ തറവാടുകൾ അല്ലെങ്കിൽ വൻ മുതലാളിമാർ, വൻ സംവിധാനങ്ങളിൽ വളർന്നവർക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആ മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർക്കൊരു സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ ഓടി വരും, അത് വെച്ച് അവരെ ഉപയോഗപ്പെടുത്താമെന്ന് കരുതുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ഓഫറുകളില്ലേ, അതുപോലെ ചെറിയൊരു സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ശുദ്ധ കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെ വെറുപ്പിക്കുന്ന, മടുപ്പിക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനം എത്തിയെന്ന് പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അതാണ് കഴിവുകേട്. അത് ശുദ്ധ കോൺഗ്രസ്സുകാർ വരെ തുറന്നു പറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.